സംസാരിക്കാൻ വൈകിയാൽ പാരന്റ്സിന്റെ ഗൂഗിൾ സെർച്ച് മിക്കവാറും ചെന്നെത്തുന്നത് ഓട്ടിസത്തിലായിരിക്കും. പണ്ടത്തെക്കാളും ഓട്ടിസം ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് വളരെ അധികമാണ്. അതിനുള്ള പ്രധാന റീസൺ അമിതമായ സ്ക്രീനിന്റെ ഉപയോഗവും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പാരന്റ് ചൈൽഡ് ഇന്ററാക്ഷനുമാണ്. ആക്ച്വലി നമുക്കൊരു ഒന്നൊന്നര വയസ്സിൽ തന്നെ ഓട്ടിസത്തിന്റെ സിംറ്റംസ് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സ്വന്തം പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കുക, സംസാരിക്കുമ്പോൾ കണ്ണുകളിൽ നോക്കാതെ ഇരിക്കുക, മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വിമുഖത കാണിക്കുക, എപ്പോഴും സ്വന്തം വേൾഡിൽ തന്നെ ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുക, റിപ്പീറ്റഡ് ആയിട്ട് ബോഡി മൂവ്മെന്റ്സ് അതായത് ഫ്ലാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുക, ടോ വോക്കിംഗ് ചെയ്യുക, ഇതൊക്കെ ഓട്ടിസത്തിന്റെ ഏർലി സിംറ്റംസ് ആണ്. നിങ്ങളുടെ കുഞ്ഞിന് ഇത്തരം സിംറ്റംസ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീച്ച് തെറപ്പി, ഒക്യുപേഷണൽ തെറപ്പി, ബിഹേവിയർ തെറപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അതിനോടൊപ്പം തന്നെ പീഡിയാട്രിക്കൽ ന്യൂറോളജി കൺസൾട്ടേഷൻ കൂടി എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. മറക്കണ്ട, എത്ര നേരത്തെ നിങ്ങൾ ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അത്ര നേരത്തെ കുഞ്ഞുങ്ങൾ ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പഠിക്കുന്നു.